പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ അന്ത്യകാല യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് മെസ്സേജുകൾ പറയുവാനിടയായി. പ്രത്യേകിച്ച് ഇസ്രയേല്, ഇറാൻ, ഹമാസ്, അമേരിക്ക ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഈ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഒരു മെസ്സേജാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുവാനിടയായത്. അതിനാധാരമായി നമ്മളെടുത്ത തിരുവചനത്തിലെ വാക്യം 93-ാം സങ്കീർത്തനം, അതിൻ്റെ 3-ാം വാക്യമായിരുന്നു. പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഭാഗത്ത് നമ്മളെടുത്തത് 83-ാം സങ്കീർത്തനമായിരുന്നു. അവിടെ നിനക്കെതിരായിട്ട്, ഇസ്രയേലിനെതിരായിട്ട് അവർ കൂട്ടം കൂടുന്നു, ഇസ്രയേൽ ഒരു ജാതി അല്ലാതെ ആയിരിക്കാതെ വണ്ണം അവരെ മുടിച്ചു കളയുക, അവരെ തകർത്ത് കളയുക എന്ന് 83-ാം സങ്കീർത്തനത്തിൽ ഉള്ള പ്രസ്താവനയും നമ്മൾ കണ്ടു. അതുമാത്രമല്ല, താഴോട്ട് വരുമ്പോൾ അവരാരൊക്കെയാണെന്നും അവരെത്ര ജാതിയാണെന്നും ഏത് ജാതിയാണെന്നും ഒക്കെ നമ്മൾ 83-ാം സങ്കീർത്തനത്തിൽ കണ്ടു. ആ 10 ജാതി നമ്മളതിൻ്റെ ലിസ്റ്റുകളും ഇവിടെ വായിക്കാനിടയായി. ഏദോമ്യരെ, ഇസ്മായേല്യരെ, മോബാബ്യരെ, ഹഗ്യരെ, ഗബാല്, അമോന്യരെ, അമാലേക്ക്, ഫെലിസ്തരെ, സോറ്, അശൂർ. ഈ 10 ജാതികൾ എവിടുന്ന് വന്നെന്നും ഈ 10 ജാതികൾ സെമസ്റ്റിക് വംശത്തിൽ നിന്ന് വന്നതാണെന്നും അവരെവിടെയാണ് അവരുടെ ആദിമകാലത്ത് അവരുടെ രാജ്യം അല്ലെങ്കിൽ അവരുടെ വാസം ലൊക്കേറ്റ് ചെയ്തിരുന്നുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്. 93-ാം സങ്കീർത്തനത്തിൽ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. അത് 3 പ്രത്യേക പദങ്ങൾ ദൈവവചനത്തിൽ അല്ലെങ്കിൽ 93-ാം സങ്കീർത്തനത്തിൽ എങ്ങനെ വന്നു? അത് ഈ ലോകത്തിൽ ദൈവസഭയ്ക്കെതിരായിട്ട്, പ്രത്യേകിച്ച് ഇസ്രയേലിനെതിരായിട്ട്, ജീവിക്കുന്ന ദൈവത്തിനെതിരായിട്ട് ഉള്ള ജാതിക കൂട്ടുകെട്ടിനെ കുറിച്ചാണെന്നും അത് 3 ഭാഗങ്ങളായിട്ട് അതിനെ തിരിച്ചിരിക്കുന്നെന്നും കാണുവാനിടയായി. ഇത് ചേർത്ത് പഠിക്കുമ്പോൾ ഒരു ദുഷ്ട ജാതീയ കൂട്ടുകെട്ട് ഈ ലോകത്തിൽ ഇസ്രയേലിനെതിരായിട്ടും പുതിയ നിയമസഭയാകുന്ന 5-ാമത്തെ സഭയാകുന്ന കൃപായുഗ സഭയ്ക്കെതിരായിട്ടും ഉണ്ടാകുമെന്നും ഈ ആഴമായ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അത് നമ്മളിപ്പോൾ അനുഭവിച്ചും അറിയുകയാണല്ലോ. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഭാഗം ചിന്തിച്ചു. ഇന്ന് നമ്മളതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കുവാനായി പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ 10 രാജ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ജോർജ് വർഗീസ് വെണ്ണിക്കുളം ഇസ്രയേലിനെ തകർത്ത് കളയുവാൻ പ്ലാനിട്ട ഒരു രാജ്യമായിരുന്നു ഇറാൻ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അത് കേട്ടിട്ടില്ലെങ്കിൽ 1-2 എപ്പിസോഡുകൾ ഈ പ്രോഗ്രാം തന്നെ കേൾക്കുക. യൂട്യൂബ് എടുത്തിട്ട് നമ്മുടെ ചാനൽ എടുക്കുക, അതിൽ പ്ലേലിസ്റ്റ് എടുക്കുക, അതിൽ നിന്നും ഈ പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു എന്നുള്ള പ്രോഗ്രാം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1-2 എപ്പിസോഡുകൾ അതിനകത്ത് കിട്ടും. ഈ 10 ജാതികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അസരിയെക്കുറിച്ചും അമാലേക്കിനെക്കുറിച്ചുമൊക്കെ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. അവർ ലൊക്കേറ്റ് കൂടുതൽ ചെയ്തിരിക്കുന്നത് ഇറാനിലാണെന്നും പറയുവാനിടയായി, കുറേ പേരെങ്കിലും. അതിൻ്റെ തെളിവ് ഞാൻ പറഞ്ഞിരുന്നു. അഹശ്വേരോസ് രാജാവിൻ്റെ കാലത്ത് അല്ലെങ്കിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നടന്ന സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു നിഴൽ വചനമാണെന്നും ആ നിഴൽ ഭാഗങ്ങൾ കൃത്യമായിട്ടും അതിൻ്റെ പൊരുളാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സംസാരിക്കാനിടയായി. ആഖാക്യനായ ഹാമാനെക്കുറിച്ച് പറഞ്ഞ് ആഖാക്യർ ഇറാനിൽ ഈ കാലഘട്ടത്തിൽ അവരുടെ വംശം കയറിയിട്ടുണ്ടെന്നും അവരെല്ലാം മിക്സായിട്ട് ഇറാനികളായി ജീവിക്കുകയാണ്. ഹരപ്പൻ സിവിലൈസേഷനെക്കുറിച്ചും അമാലേക്കിനെക്കുറിച്ചും അതുപോലെ ഫെലിസ്തീനെക്കുറിച്ചും എല്ലാം ഞാൻ അതിനകത്ത് വിശദമായി പ്രതിപാദിച്ചിരുന്നു. എൻ്റെ വാക്യങ്ങൾ മുഴുവൻ തന്നിരുന്നു. പലസ്തീനികൾ അല്ലെങ്കിൽ ഫെലിസ്തീനെന്ന് പറയുന്നത് തിരുവചനത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ അവർ കപ്തേരിൽ നിന്ന് വന്നവരാണെന്നും അവരുടെ നാട് ഇന്നത്തെ ഗസ അല്ല, അല്ലെങ്കിൽ ഇന്നത്തെ വെസ്റ്റ് ബാങ്ക് ഒന്നുമല്ല,
അവർ കപ്തേരിൽ നിന്നും ഈ മെയിൻ ലാൻഡിലേക്ക് കുടിയേറി പാർത്തണമെന്നുള്ള വാക്യവും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ യുദ്ധത്തിന് കോപ്പ് കൂട്ടിയത്, ഒരുക്കങ്ങൾ ചെയ്തതെല്ലാം ഇറാനാണെന്നും ഇറാൻ അതിൻ്റെ എല്ലാ പദ്ധതികളും ഒരുക്കി അവരുടെ പ്രോക്സികളായിരുന്ന ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും എല്ലാം വേണ്ടത്തോളം മിസൈലുകളും എല്ലാം കൊടുത്ത് അവർ സ്റ്റോക്ക് ചെയ്തിട്ട് ഇറാൻ ന്യൂക്ലിയർ ബോംബിലേക്ക് അടുത്ത് വന്നപ്പോഴാണ് നിങ്ങൾ തുടങ്ങിക്കോ, വിത്തിൻ എ ഷോർട്ട് ടൈം ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും, ഇസ്രയേലിനെ ഇതോടുകൂടി നമുക്ക് തകർത്ത് കളയാം. എന്നുവെച്ചാൽ 83-ാം സങ്കീർത്തനത്തിൽ പറയുന്ന അതേ അവരൊരു ജാതി അല്ലാതെ വണ്ണം, അവരുടെ പേര് പോലും നിലനിൽക്കാതെ വണ്ണം അവരെ തകർത്ത് കളയാം എന്നുള്ള വാക്യം നമ്മൾ കാണുവാനിടയായി. അതുപോലെ തന്നെ ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രയേലിനെ മുടിച്ചു കളവാൻ ഇതിനു മുൻപും ചില കൂട്ടുകെട്ടുകൾ ഇതുപോലെ ഇവരൊക്കെ തന്നെ ഉൾപ്പെട്ട കൂട്ടുകെട്ട് വന്നിട്ടുണ്ട്. അത് ദൈവം അനുവദിച്ചാൽ ഞാൻ അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കുന്നതാണ്. ഇസ്രയേലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എസ്തേറിൻ്റെ പുസ്തകവും ഇതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു നിഴലായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഹാമാൻ ആഖാഗ്യനാണെന്നുള്ളതും നമുക്കവിടെ കാണുവാൻ കഴിയും. ആഖാഗ്യനായ ഹാമാന് നമുക്ക് എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. എസ്തേർ 3:1-10 ഭാഗങ്ങളിൽ ഹാമാനെക്കുറിച്ച് പറയുന്നുണ്ട്. ആഖാഗ്യനായ ഹാമാൻ, ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. 1 ശമൂവേൽ 15-ാം അധ്യായത്തിലെ ഈ ആഖാഗ്യൻ ആരാണ്? ആഖാഗ് എന്ന് പറയുന്നത് അമാലേക്കിൻ്റെ രാജാവായിരുന്നെന്നും ആ വംശത്തിൽപ്പെട്ടവനാണെന്ന് ഹാമാൻ എന്നുള്ളതും കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പേർഷ്യൻ രാജാക്കന്മാർ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണത്. ഏണ്ട് നമ്മൾ ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ ബാബിലോണിയ രാജാവായിരുന്ന ബെൽഷസ്സറിൻ്റെ കാലത്താണ് മേദ്യ പെർഷ്യ സാമ്രാജ്യം ഉടലെടുക്കുന്നത്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 30-ാം വാക്യം, ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദരിയാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. ഇത് BC 538 അടുത്ത കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ബാബിലോണിയ രാജാവായ ബെൽഷസ്സർ അന്ന് രാത്രി യെരുശലേമിൽ നിന്നും കൊണ്ടുവന്ന പൊൻപാത്രങ്ങളെടുത്ത് അതിനകത്ത് വീഞ്ഞു കുടിക്കുകയും മദ്യം കഴിക്കുകയും ഒക്കെ ചെയ്ത് ആ രാത്രിയിൽ, അന്ന് രാത്രിയിൽ തന്നെ ദൈവം പറയുന്നുണ്ട് അതിൻ്റെ 25-ാം വാക്കിൽ, ചുവരിലൊരു കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു. എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേ നുഫാസിൻ, കാര്യത്തിൻ്റെ അർത്ഥമാവിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിൻ്റെ രാജ്യത്വമെണ്ണി അതിനന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ് എന്ന് വെച്ചാൽ നിൻ്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസിൽക്കും കൊടുത്തിരിക്കുന്നു. ആ രാത്രിയിൽ തന്നെ ദൈവം അധികം താമസിച്ചില്ല, അന്ന് അതിന് മറുപടിയും കൊടുത്തു. ഇവരെല്ലാം മദ്യം കഴിച്ച് മയങ്ങിക്കിടക്കുന്ന പടയാളികളും മന്ത്രിമാരും ഒക്കെ കിടക്കുന്ന, രാജാവ് ഉൾപ്പെടെ കിടക്കുന്ന സമയത്തിൽ ആ രാത്രിയിൽ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്, കൽദയ രാജാവായ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദരിയാവേശ് 62 വയസ്സുള്ളവനായി രാജ്യഭാരമേറ്റെടുത്തു. അങ്ങനെയാണ് ബാബിലോണിയ സാമ്രാജ്യത്തിൽ നിന്നും മേദ്യ പെർഷ്യ സാമ്രാജ്യത്തിലേക്ക് ഭരണം മാറുന്നത്. അവിടെ ദാനിയേൽ ഈ നെബൂഖദ്നേസറിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഒരു ബിംബം കാണുന്നെന്നും ആ ബിംബം തല തങ്കം കൊണ്ടും നെഞ്ചും അരയും വെള്ളി കൊണ്ടും അരയ്ക്ക് താഴോട്ട് താമ്രം കൊണ്ടും അതിന് താഴോട്ട് ഇരുമ്പും കാൽപ്പത്തിയിലേക്ക് വരുമ്പം കളിമണ്ണും എന്നുള്ള പ്രതിമ അവിടെ കാണുന്നുണ്ട്. ദാനിയേൽ എന്നെ വിവരിച്ച് പറയുന്നത് അത് ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന 4 സാമ്രാജ്യങ്ങളാണ്. അതിൻ്റെ ബാക്കി ദർശനം 7-ാം അധ്യായത്തിൽ 4 മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്നു. ആ 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, ആ 4 മൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാനിരിക്കുന്ന 4 സാമ്രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ 4. ഇവിടെ കടലിൽ നിന്നും കടൽ തിരമാല പോലെ അടിക്കുന്ന ജാതികളുടെ കൂട്ടം എഴുന്നേൽക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് മേദ്യ പെർഷ്യ സാമ്രാജ്യം ഉടലെടുക്കുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ടാണ് ഈ മേദ്യ പെർഷ്യ സാമ്രാജ്യം വരുന്നത്. കോരശ് രാജാവ് 1-ാമത്തെ രാജാവ്, 5-ാമത്തെ രാജാവ് അഹശ്വേരോഷ്,
ഈ അഹശ്വേരോഷിൻ്റെ കാലത്താണ് എസ്തേറിൻ്റെ സംഭവമൊക്കെ നടക്കുന്നത്. അത് ഏകദേശം ഒരു കണക്ക് BC 486 to 465 കാലഘട്ടത്തിലാണ്, അതിനടുത്ത കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്തിനാണ് ബൈബിളിലൊരു കഥ പോലെ കൊടുത്തിരിക്കുന്നത്? അതിനകത്ത് നമുക്ക് ചില ആത്മീയ അർത്ഥങ്ങളൊക്കെ എടുക്കാം. ഇതിനകത്ത് നിഴലും പൊരുളുമായ ചില സംഭവങ്ങളുണ്ടെന്ന് ഈ അന്ത്യകാല യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രയേൽ ഇറാൻ വാർ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ഹിന്ദുദേശം മുതൽ കൂശുദേശം വരെയുള്ള ഏകദേശം 120 സംസ്ഥാനം ഒന്നിൽ കാണുന്നു. എന്നാൽ 931 വരുമ്പോൾ 127 സംസ്ഥാനം എന്നവിടെ കാണുന്നുണ്ട്. ക്യാപിറ്റൽ ശൂഷൻ രാജധാനിയായിരുന്നു. അഹശ്വേരോഷ് രാജാവിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ അദ്ദേഹം ഒരു പാർട്ടി നടത്തുന്നു. ആ പാർട്ടിയിൽ ആദ്യ ഭാര്യയെ, തൻ്റെ പ്രഭുക്കന്മാരെയും മന്ത്രിമാരെയും ഒക്കെ കാണിക്കേണ്ടതിന് അദ്ദേഹം കിരീടം വെച്ച് കൊണ്ടുവരാൻ പറയുമ്പോൾ അവിടെ ഈ വാസ്തിരാജ്ഞി അത് നിരസിക്കുകയാണ്. വാസ്തിരാജ്ഞിയെ മാറ്റിയിട്ട് പുതിയൊരു റാണിയെ തിരഞ്ഞെടുക്കുന്നു. അതായിരുന്നു ഈ എസ്തേർ. ആ സംഭവം നമുക്കറിയാമല്ലോ. ഈ എസ്തേർ എന്ന് പറയുന്നത് മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളായിരുന്നു. ബെന്യാമീൻ ഗോത്രത്തിൽ കീശിൻ്റെ മകൻ, ശിമെയുടെ മകൻ, യായീരിൻ്റെ മകൻ മൊർദെഖായി. ഏതാണ്ടൊരു 4-5 തലമുറ ഇവിടെ പറയുന്നുണ്ട്. ദൈവജനമാകുന്ന നമ്മൾ ഈ പാരമ്പര്യമൊക്കെ പഠിച്ച് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ നിഴലും പൊരുളും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ സമയത്താണ് ഈ വാസ്തിയെ രാജ്യസ്ഥാനത്തു നിന്നും മാറ്റിയിട്ട് എസ്തേറിനെ അവിടേക്ക് രാജ്ഞിയായി കൊണ്ടുവരുന്നത്. 3-ാം വർഷമാണ് വാസ്തിയെ മാറ്റുന്നത്. എസ്തേറിനെ രാജ്ഞിയാക്കുന്നത് 7-ാം വർഷത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു 4 വർഷം കൂടെ കഴിഞ്ഞാണ്. എസ്തേർ 2:16 നമുക്ക് കാണാം. എസ്തേർ വാഴ്ചയുടെ 7-ാം വർഷത്തിലാണ്, തേബത്ത് മാസം 10-ാം മാസം, വാസ്തിയെ ഉപേക്ഷിച്ച ശേഷം എസ്തേറിനെ രാജ്ഞിയാക്കുന്നു. എസ്തേറിനെ രാജ്ഞിയാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 4 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിനു മുൻപ് ഹാമാൻ ഇസ്രയേലിനെ കൊന്നൊടുക്കാൻ വേണ്ടി 5:14 വരുമ്പോൾ ഒരു കഴുകുമരം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ കഴുകുമരത്തിൽ തന്നെ ഹാമാനെ തൂക്കിലേറ്റുകയാണ്. എസ്തേർ 9:1 ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി ഈ സമയം ഹാമാനെയും ജാതികളെയും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരെയും തൂക്കിലേറ്റുക. എസ്തേർ 9:5 ശത്രുക്കളെ വെട്ടിക്കൊന്നു. എസ്തേർ 9:7-8 ഹാമാൻ്റെ 10 പുത്രന്മാരെ കഴുകുമരത്തിലേറ്റി. 15-ാം വാക്യത്തിൽ ആധാർ മാസം 14-ാം തീയതി യഹൂദർ 300 പേരെ കൊന്നു. എസ്തേർ 9:16 75,000 പേരെ കൊന്നതായിട്ട് നമുക്ക് കാണാം. ആരെ? ഈ ഹാമാൻ്റെ വംശത്തെ. ദൈവജനമേ, ഇതൊരു നിഴൽ സംഭവമായിരുന്നു. നിങ്ങളിപ്പോൾ ചിന്തിച്ചോണം, ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണ്. ഈ യുദ്ധം ഞാൻ പറഞ്ഞല്ലോ, 83-ാം സങ്കീർത്തനത്തിൽ പറയുന്ന വരുവിൻ നാം ഒരുമിച്ച് കൂടി അവർ ഗൂഢമായൊരു ആലോചന നടത്തി. ആ ആലോചന മൊസാദ് പോലും അറിഞ്ഞില്ല, ലോകമാരും അറിഞ്ഞില്ല. പക്ഷേ ഹമാസ് കയറി ഇസ്രയേൽ കയറി അടിച്ചു. നിങ്ങൾ അതിനൊരു തുടക്കമിട്. ഇപ്പുറത്തെ ഹൂതികളെയും അവരുടെ പ്രോക്സികളെയും എല്ലാം ഒരുക്കി നിർത്തിയിട്ടാണ് ഹിസ്ബുള്ളയും എല്ലാം ഒതുക്കി റോക്കറ്റുകൾ കൊടുത്ത് വേണ്ടതെല്ലാ സഹായവും ചെയ്ത് ഇസ്രയേലിലേക്ക് വേണ്ടി വന്നാൽ നേരിട്ടടിക്കാൻ വേണ്ടിയുള്ള ബാലസ്റ്റിക് മിസൈലുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഇറാൻ ഈ യുദ്ധത്തിന് ആരംഭമിടുന്നത്. പക്ഷേ ഇറാൻ്റെ കാൽക്കുലേഷൻ, കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. മൊസാദ് ഇത് മണത്തറിഞ്ഞു. ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന വിവരം. ഇനിയും ഒരു നിമിഷം താമസിച്ചാൽ ഡെത്തു അമേരിക്ക, ഡെത്തു ഇറാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഞങ്ങളുടെ മേളിൽ കൊണ്ടിടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയിലാണ് നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്ന്. അവർ മാത്രമല്ല, ഇതിൻ്റെ പിൻപിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ രാജാക്കന്മാരുടെയൊക്കെ സപ്പോർട്ടുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അത് ശരിയാണ്. അങ്ങനെ
ഈ ആക്രമണം തുടങ്ങുന്നതും ഈ യുദ്ധം ഇവിടെ വരെ എത്തി നിൽക്കുന്നതും. ഇപ്പോൾ യുദ്ധം ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഹോർമോസ് ബ്ലോക്ക് ചെയ്ത് അമേരിക്ക നിൽക്കുന്നു. ഇറാന് സൈലൻ്റായിട്ട് ഇപ്പം നിൽക്കുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് UAE മറ്റും മിസൈൽസ് അയക്കുന്നുണ്ട്. എങ്കിലും പ്രകോപനമില്ലാതെ അമേരിക്കയും ഇസ്രയേലും നിൽക്കുന്നു. എസ്തേർ 4:1 മൊർദെഖായി എസ്തേറിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ദേഖോ, നീ ശ്രദ്ധീര്, നമ്മളെയെല്ലാം കൊന്നെടുക്കുവാൻ ഈ ഹാമാന് ഒരു വലിയ പദ്ധതി ഇട്ടിരിക്കുക. അപ്പോൾ ഈ ഹാമാനെ പദ്ധതിയിട്ട് ഡേറ്റ് നിശ്ചയിച്ച് രാജാവിൻ്റെ മുദ്രാമോദ്രം കൊണ്ട് ഒപ്പിട്ട് അല്ലെങ്കിൽ സീൽ ചെയ്ത് രാജ്യത്തുടനീളം വിളംബരം ചെയ്തു. ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി സകല യഹൂദനെയും നശിപ്പിക്കണമെന്നുള്ള കൽപ്പന രാജ്യത്ത് മുഴുവൻ അറിയിച്ചു. അപ്പോഴാണ് മൊർദെഖായി പറയുന്നത് 4:1, കുഞ്ഞെ, നീ ഇങ്ങനെ ചിന്തിക്കണ്ട, സുന്ദരി കളിച്ച് നീ ഇങ്ങനെ രാജസന്നിയിലിരിക്കുകയാണ്. നിനക്ക് രാജസന്നിയിൽ നീ യഹൂദിയാണ്, വംശീയാണകളുണ്ട്, നിനക്കൊന്നും വരത്തില്ല. എന്നാൽ നീ ഇപ്പം മിണ്ടാതിരുന്നാൽ നിൻ്റെ ജനത്തിന് നാശം വരും, പക്ഷെ മറ്റൊരിടത്തുനിന്ന് രക്ഷ വരും. പക്ഷേ നീയും നിൻ്റെ പ്രതിഫലവും നശിച്ചു പോകും. 4:16 3 ദിവസം ഉപവാസം എടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഉപവാസത്തിനും പ്രാർത്ഥനയുടെയും ഒക്കെ വില ഞാൻ ഈ എപ്പിസോഡിലോ അടുത്ത എപ്പിസോഡിലോ പറയാം. ഇസ്രയേൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ അവൾ തീരുമാനമായിരിക്കുകയാണ്, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. അവിടെ രാജാവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. ചുരുക്കി പറയട്ട സംഭവം ഞാനിവിടെ ചുരുക്കട്ടെ. രാജാവിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. 2 ദിവസം അടുപ്പിച്ച് പാർട്ടി നടത്തുന്നു. 2-ാം ദിവസം പറയുന്നു, ഈ ഹാമാനാണ് എന്നെയും എൻ്റെ കുലത്തെയും നശിപ്പിക്കാൻ നോക്കുന്നത്. അങ്ങനെ ഏത് ദിവസം ആധാർ മാസം 12-ാം മാസമായ 13-ാം തീയതി ഏത് കഴുകുമരം ഈ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയോ അതേ കഴുകുമരത്തിൽ ഹാമാനെയും അവരുടെ കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം അതേ ദിവസത്തിൽ കൊല്ലുകയാണ്, തൂക്കിക്കൊല്ലുകയാണ്. അതൊരു നിഴൽ സംഭവമായിരുന്നു. ഇവിടെ ചിന്തിക്കണമേ, അലി ഖൊമേനി മരിച്ചതെന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് കണക്ക് ഇന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇസ്രയേൽ പറയുന്ന കണക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. ഫെബ്രുവരി 28. നിങ്ങളിപ്പോഴത്തെ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ അറിയാം, ഈ എസ്തേറിൻ്റെ ഉദ്ധാരണത്തോടുകൂടി രാജാവ് തിരിച്ച് കൽപ്പന കൊടുക്കുന്ന എസ്തേറിനെ അല്ലെങ്കിൽ ഈ ഹാമാനെയും കൂട്ടരെയും കൊല്ലാൻ അന്നു മുതലാണ് ഇസ്രയേലിൽ പൂരീം എന്ന് പറയുന്ന ഒരു ഉത്സവം കൊണ്ടാടുന്നത്. ഇൻ്റർനെറ്റിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ അറിയാം, ഈ വർഷത്തെ പൂരീം ഉത്സവം അവർക്ക് കിട്ടിയ വിമോചനത്തിൻ്റെ ഉത്സവമാണ് അവർ ആചരിക്കുന്നത്. ആ വിമോചനത്തിൻ്റെ ഉത്സവം ആചരിക്കുന്ന ഈ 28-ാം തീയതി അല്ലെങ്കിൽ ഈ ഫെബ്രുവരി 28, കഴിഞ്ഞ ഫെബ്രുവരി 28 ഖൊമേനി കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ പറയുന്നു. മാർച്ച് 2 മുതലാണ് ഈ 2026 ഇസ്രയേൽ പൂരീം ഉത്സവം കൊണ്ടാകുന്നത്. അത് ഓൾസോ യു വിൽ ഗെറ്റ് ഇൻ ഇൻ്റർനെറ്റ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. അവരുടെ പല ചരിത്ര പുസ്തകങ്ങൾ നോക്കിയാൽ നമുക്ക് കിട്ടും. അങ്ങനെ ആധാർ മാസമായ 13, 14 തീയതികളിൽ അവർ ഈ ഉത്സവം കൊണ്ടാടുമ്പോൾ ഏതാണ്ട് 2500 വർഷം മുൻപ് മേദ്യപേർഷ്യ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ ശൂഷൻ രാജധാനിയിലുള്ള യഹൂദന്മാർ ആനന്ദിച്ച് സന്തോഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പൂരീം ഉത്സവം ഇസ്രയേൽ കൊണ്ടാടുന്നത്. അതേ ദിവസം ഇതാ ഇവിടെ അവർക്ക് ശത്രുവായി നിന്ന് വരുവീൻ നാം ഒന്നിച്ചുകൂടി ദുരാലോചന ആലോചിച്ച അവരുടെ പ്രധാന നേതാവായ അലി ഖൊമേനിയെ ഈ ദിവസങ്ങളിൽ കൊല്ലുകയാണ്. അദ്ദേഹത്തെ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. നോക്കണം, ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ. അതാണ് എസ്തേറിൻ്റെ പുസ്തകം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു നിഴലായിരുന്നു. അവരുടെ ഏറ്റവും വലിയ നേതാവ് 47 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ഇവിടെ നിന്നും തുടച്ചു നീക്കുന്നത്. ഇസ്രയേൽ ഈ പൂരീം പെരുന്നാൾ മാർച്ച് 2 മുതൽ ആഘോഷിക്കുക. നോക്കണമേ, അവർക്കെതിരായി നിന്ന് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രയേൽ എന്ന് പറഞ്ഞ്
ജനങ്ങളെ ഉത്തേജിപ്പിച്ച് പ്രോക്സികളെ ഒരുക്കി, അവർക്ക് വേണ്ടുന്ന എല്ലാ മിസൈൽസുകളും ഒരുക്കി, ഈവൻ ന്യൂക്ലിയർ ബോംബിൻ്റെ അറ്റത്ത് വരെ എത്തി നിന്ന അലി ഖൊമേനി ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുകയാണ്. അല്ലെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഒരു ശത്രു ഇല്ലാതായിരിക്കുന്ന എങ്ങനെ യഹൂദന്മാർക്ക് ശൂഷൻ രാജധാനിയിൽ ഉണ്ടായിരുന്ന ശത്രുവാകുന്ന ഹാമാനെ ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യാൻ ചിന്തിച്ചിരുന്ന ആദാർ മാസം 13-ാം തീയതി ഇല്ലായ്മ ചെയ്തോ, അതിൻ്റെ ഉത്സവം ആചരിക്കുന്ന പൂരീം ഉത്സവത്തിൻ്റെ 2 ദിവസം മുൻപ് അല്ലെങ്കിൽ 1 ദിവസം മുൻപ് അവിടെ ശത്രുവാകുന്ന അലി ഖൊമേനി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാനിതൊന്നും സന്തോഷിച്ച് പറയുന്ന കാര്യമല്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇത് ദൈവവചനത്തിൻ്റെ നിഴലും പൊരുളുമാകുന്ന നിവൃത്തിയാണ്. ഈ ദൈവവചനത്തിന് ചില ആത്മീയ അർത്ഥങ്ങളുണ്ട്. ഇതിനകത്ത് ചില ആത്മീയ അർത്ഥങ്ങളൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 2:9 വരുമ്പോൾ ഹേഗായിക്ക് ഇസ്രയേലിനോട് കൃപ തോന്നി അല്ലെങ്കിൽ പക്ഷം തോന്നിയൊരു വാക്ക് കാണാം. 2:17 വരുമ്പോൾ രാജാവിന് എസ്തേറിനോട് കൃപ തോന്നി. 5:2 വരുമ്പോൾ രാജാവിന് എസ്തേറിനോട് കൃപ തോന്നി. 3 ഭാഗത്ത് എസ്തേറിനോട് കൃപ തോന്നിയെന്നൊരു പദമുണ്ട്. ഈ കൃപയെന്ന് പറയുന്ന പദം പുതിയ നിയമത്തിൽ വളരെ ആഴമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പദമാണ്. കൃപയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും കൊടുക്കാതെ അവിടുന്നൊന്നും പ്രതീക്ഷിക്കാതെ ദൈവം മനുഷ്യനോട് അല്ലെങ്കിൽ മനുഷ്യൻ കാണിക്കുന്ന കൃപ, ദൈവം കാണിക്കുന്ന സ്നേഹം കൃപയാണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്ത രക്ഷണ്യ പ്രവൃത്തിയാണ് കൃപയെന്ന് പറയുന്നത്. അത് പിന്നീടുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ കൃപയെക്കുറിച്ച് ചിന്തിക്കാം. 3 പ്രാവശ്യമാണ് കൃപയെന്ന പദം അവിടെ വരുന്നത്. അതിൻ്റെ അർത്ഥം ഈ എസ്തേർ പുതിയ നിയമസഭയുടെ നിഴലായിരുന്നു. പുതിയ നിയമസഭയ്ക്ക് നിഴലായി പഴയ നിയമത്തിൽ അനേക സഹോദരിമാർ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് അബ്രഹാമിൻ്റെ ഭാര്യ സാറ, 2ാമത് റിബേക്ക, 3ാമത് റാഹേൽ, 4ാമത് ഉത്തമഗീതത്തിലെ ശൂലേമി. ഇവരൊക്കെ പുതിയ നിയമസഭയ്ക്ക് നിഴലായി വരുന്നവരാണ്. എസ്തേർ 2:7 എസ്തേറിനെ കുറിച്ച് പറയുന്നത് രൂപവതിയായിരുന്നു, സുമുഖിയായിരുന്നു എസ്തേർ. ഉൽപ്പത്തി 12:14 വരുമ്പോൾ സാറായെക്കുറിച്ച് പറയുന്നത് അതിസുന്ദരി എന്നാണ്. ഉൽപ്പത്തി 24:16 വരുമ്പോൾ റിബേക്ക അതിസുന്ദരി എന്ന് പറയുന്നുണ്ട്. ഉൽപ്പത്തി 29:17 വരുമ്പോൾ റാഹേൽ അതിസുന്ദരി എന്ന് അവിടെ കാണാം. ഉത്തമഗീതം അല്ലെങ്കിൽ സോങ് ഓഫ് സോങ് 6:1 അവിടെ പല ഭാഗത്തും എൻ്റെ കാന്തേ, എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, ശൂലേമി അതിസുന്ദരി എന്ന് അവിടെ കാണാം. ഈ സഹോദരിമാരെ എല്ലാം എന്തുകൊണ്ട് അതിസുന്ദരി എന്ന് പറയുന്നു? കാരണം പുതിയ നിയമസഭ അതിസുന്ദരിയാണ്. അതുകൊണ്ടാണ് പുതിയ നിയമസഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി, നിർമ്മല കന്യക എന്നുള്ള പദം മറന്നു പോകല്ല, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷനെ ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സഭ അതിസുന്ദരിയാണ്. ഈ സംഭവങ്ങളെല്ലാം നിഴലും പൊരുളും ചേർന്നതാണ്. എസ്തേർ സമയോചിതമായി പ്രവർത്തിച്ചതുകൊണ്ട് യഹൂദന്മാർക്ക് അവിടെ രക്ഷ കിട്ടി. അങ്ങനെയെങ്കിൽ പൊരുളിൽ ഇപ്പോൾ നെതന്യാഹു പ്രവർത്തിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്രയേൽ പ്രവർത്തിച്ചിരിക്കുകയാണ്, അവരുടെ ഭരണകൂടം പ്രവർത്തിച്ചിരിക്കുകയാണ്. ഈ എസ്തേറിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയ ചാർട്ടിട്ട് കാണിച്ചു തരാം. മൊർദെഖായി രാജ്യത്തെ 2ാമനാകുകയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു ത്രിത്വത്തിൽ 2ാമനാണ്. മൊർദെഖായി യഹൂദന്മാരിൽ മഹാൻ എന്നാണ് ഇവിടെ പറയുന്നത്.
കാരണം ഈ സംഭവങ്ങൾ കടന്നപ്പോൾ മൊർദെഖായിയെ രാജ്യത്തെ രണ്ടാമനായി അവരോധിച്ചു, എല്ലാവരാലും ആദരിക്കപ്പെട്ടവനായി തീർന്നു. ക്രിസ്തു മഹാനാണ്. എബ്രായ ലേഖനം 7:4 നമുക്ക് കാണാം. യഹൂദന്മാർക്ക് ഇഷ്ടനായിരുന്നു മൊർദെഖായി. മൂന്നാമത്, യേശുവും നമ്മെ സ്നേഹിക്കുന്നു. നമുക്കെല്ലാവരും പ്രിയപ്പെട്ടവനാണ് നമ്മുടെ യേശു. 4, യഹൂദിന് അനുകൂലമായ വിധി നടത്തിയ ആളാണ് മൊർദെഖായി. യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥയണയ്ക്കുന്നു, നമ്മുടെ രക്ഷകനായി വന്നു. ദുഷ്ടന്മാരിൽ നിന്ന് യഹൂദന്മാരെ രക്ഷിച്ച ആളാണ് മൊർദെഖായി ആൻഡ് എസ്തേർ. യേശുവും പിശാചാകുന്ന വഞ്ചനകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. രാജാവ് മൊർദെഖായിയെ ഉയർത്തി, യേശുവും നമ്മുടെ ദൈവത്താൽ ഉയർത്തപ്പെട്ടവൻ. ഫിലിപ്പിയർ 2:9. ഈ മൊർദെഖായിയുടെ അലങ്കാരത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവൻ്റെ വസ്ത്രം 8:15 രാജവസ്ത്രം, പരിശുദ്ധനായ ക്രിസ്തുവിനും നിലയങ്കിയുണ്ടായിരുന്നു. നീലവസ്ത്രമുണ്ടായിരുന്നു. അവൻ നീലയും, അവിടെ പറയുന്നത് അവൻ നീലയും ശുഭ്രമായ വസ്ത്രവും ധരിച്ചെന്നാണ്. ഞങ്ങളുടെ ക്ലാസ് ഞങ്ങളുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. സമാഗമന കൂടാരം 1 മുതൽ 68 എപ്പിസോഡുകളാണ്. അത് തന്നെ ആന്ധ്ര ഭാഷയിൽ കിടപ്പുണ്ട്, ഹിന്ദി ഭാഷയിൽ കിടപ്പുണ്ട്. അതിനകത്ത് സമാഗമന കൂടാരത്തിൽ ഉപയോഗിക്കുന്ന 4 നൂലുകളാണ് പ്രധാനമായും: നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ. അതിലൊന്നാമത്തെ നൂല് വരുന്നത് എല്ലായിടത്തും മോസ്റ്റ്ലി വരുന്നത് 7 സ്ഥലത്ത്. ഈ നീലനൂലിൻ്റെ അർത്ഥം എന്താ? നീല ആകാശത്തിൻ്റെ കളറാണ്, അത് ദൈവത്തിൻ്റെ സിംബോളിക് കളറാണ്. അപ്പോൾ ഈ മൊർദെഖായി ധരിച്ച നീലയും ശുഭ്രവുമായ വസ്ത്രം, ശുഭ്രവസ്ത്രം എന്ന് പറഞ്ഞാൽ വെള്ളയെ കാണിക്കുന്നു, അത് പരിശുദ്ധിയെ കാണിക്കുന്നു. ചണവസ്ത്രം കൊണ്ടുള്ള വസ്ത്രം, ചണം താഴ്മയെ കാണിക്കുന്നു. ചണമുടുത്ത് ഇവർ എട്ടിലും വെണ്ണീരിലും ഇവരുടെ കഷ്ടസമയങ്ങളിൽ ഇരിക്കുമായിരുന്നു. ചണം ക്രിസ്തുവിൻ്റെ താഴ്മയെ കാണിക്കുന്നു. രക്താംബരം, അത് രാജ്യത്വത്തെ കാണിക്കുക, അതാണ് ധൂമ്രനൂല്. രാജ്യത്വത്തെ കാണിക്കുന്ന, യേശുവിൻ്റെ രാജ്യത്വത്തെ കാണിക്കുന്നു. പൊൻകിരീടം അധികാരത്തെ കാണിക്കുന്നു. ഇവിടെ ഈ പൊൻകിരീടം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളാരും ചിന്തിക്കല്ലേ യേശുവിന് പൊൻകിരീടമുണ്ടെന്ന്. ഇതെല്ലാം സിംബോളിക്കായിട്ട് പറയുന്നതാ. ഇത് വരം ലഭിച്ചവർക്കേ മനസ്സിലാകുകയുള്ളൂ. കമ്പയർ പഠനം നമുക്ക് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഹാമാൻ ഏത് ദിവസം ഇസ്രയേലിനെ നശിപ്പിക്കാൻ ശ്രമിച്ചോ, അതേ ദിവസം ഹാമാനെയും കൂട്ടുകാരെയും അതേ കഴുകുമരത്തിൽ തൂക്കുന്നു. അതുപോലെ അതേ ദിവസം ആദാർ മാസം പൂരീം ആഘോഷിക്കുന്ന സമയത്ത് ഇസ്രയേൽ മാർച്ച് 2 പൂരീം, അവരുടെ പൂരീം പെരുന്നാൾ ഉത്സവം ആചരിക്കുന്നതിന് മുൻപ് ഇതാ അലി ഖൊമൈനി ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് ഞങ്ങൾ പറയുന്നത്. തിരുവചനം അതിൻ്റെ അർത്ഥത്തിൽ നിറവേറുന്നു. 83-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു, അവർ ജാതികൾ കൂട്ടം കൂടി ഇസ്രയേലിനെതിരായിട്ട് ഒരു കൂട്ടുകെട്ടുണ്ടാക്കി, അവരുടെ പേര് പോലും ലോകത്തിൽ ഉണ്ടാകരുത്. ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ നാസർ പറഞ്ഞതാ 1967. അടുത്ത എപ്പിസോഡിൽ ഞാൻ ആ ഭാഗം ചിന്തിക്കാം. അന്ന് നടന്നില്ല. ഇതിനിടയ്ക്ക് ഇവർ പല പ്രാവശ്യം ദുരാലോചന നടന്നില്ല. എന്നാൽ ഇപ്പോൾ 2023 ഒക്ടോബർ മാസം 7 അതിന് മുമ്പ് നടത്തിയ അവരുടെ ആലോചന പ്രകാരം അവർ ഇസ്രയേലിലേക്ക് ഇടിച്ചു കയറി. അവിടെയും അവർ പരാജയപ്പെടുകയാണ്. അവരുടെ സകല കണക്കുകൂട്ടലും തെറ്റി. കാരണമെന്ത്? വിശുദ്ധ വേദപുസ്തകത്തിൽ 83-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ആസാബ് പ്രാർത്ഥിക്കുന്നുണ്ട്, വരുവീൻ, ഇസ്രയേൽ ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേരിനിയും ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. ആര്? ഈ താഴെ പറയുന്ന 10 രാജ്യങ്ങൾ കൂടി ആലോചിച്ചു. ഈ 10 രാജ്യങ്ങളുടെ വംശങ്ങൾ മോസ്റ്റ്ലി ഇൻ ഇറാൻ മിക്സ്ഡ് ആണ്. അവരിങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു. നിനക്ക് വിരോധമായി, ആർക്ക് വിരോധമായി? ദൈവത്തിന് വിരോധമായി. ഉണ്ടാക്കിയവർ ദൈവത്തിനെതിരായിട്ടാണ് മത്സരിക്കുന്നത്. അടുത്തത്
ഏദോമ്യരുടെയും ഇസ്രായേലുടെയും കൂടാരങ്ങളും മോബാബ്യരും ഹഗ്യരും കൂടെ ഗബാലും അമോനും അമാലേക്കും ഫെലിസ്ത്യ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. ഇനി അടുത്ത ശ്രദ്ധിച്ചോണം. അവർ ലോത്തിൻ്റെ മക്കൾക്ക് സഹായമായിരുന്നു. ആർക്ക്? ഇവരെല്ലാം കൂടെ കൂടി. ലോത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അറിയാം, മോബാബും അമോന്യരും. ആ ലിസ്റ്റിലെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തത് 9-ാം വാക്യം ശ്രദ്ധിച്ചു. ആസാഫിൻ്റെ പ്രാർത്ഥനയാണ്. മിദ്യാനോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിൽ വെച്ച് യാബിനോടും ചെയ്ത പോലെ തന്നെ. ഇവിടെ ആസാഫിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ക്രോധശിഷ്ടമായിട്ട് ദൈവം അത് അരയ്ക്ക് അറ്റാച്ച് ചെയ്തു. 76-ാം സങ്കീർത്തനത്തിൽ മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം, ക്രോധശിഷ്ടത്തെ നീ അരയ്ക്ക് കെട്ടിക്കൊള്ളും. എന്താണ് ഈ ക്രോധശിഷ്ടത്തെ ദൈവം അരയ്ക്ക് കിട്ടുന്നത്? ആസാഫിൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. ആസാഫിൻ്റെ പ്രാർത്ഥന 2600-500 വർഷം മുമ്പ് നടന്ന പ്രാർത്ഥനയല്ലേ? അത് ദൈവം ക്രോധശിഷ്ടമായിട്ട് സൂക്ഷിച്ചു. 2026 വന്നപ്പോൾ ദൈവം അതിന് മറുപടി കൊടുത്തു. അത് വലിയൊരു സബ്ജക്റ്റാണ്. ആ ക്രോധശിഷ്ടത്തെ നീ അരയ്ക്ക് കെട്ടിക്കൊള്ളുമെന്നുള്ള ഭാഗം സമാഗമന കൂടാരത്തിലെ ധൂപപീഠം ചേർത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. എന്നെ കേൾക്കുന്ന ഞങ്ങളുടെ വാത്സല്യ വിശ്വാസികളെ, ഒരുപക്ഷെ അങ്ങൊരു ഇസ്ലാം ആയിരിക്കാം, എന്നോട് ദേഷ്യപ്പെടണ്ട. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമായ സത്യവേദ പുസ്തകത്തിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ ആക്ഷരികമായി നടക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തിൽ എന്തു നടന്നോ അതേ ഡേറ്റിൽ അതേ സമയത്ത് ഇറാന് ഈ പറയുന്ന പ്രോക്ഷികൾ കൂടി ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ കൂട്ടായ്മ കൂടി. എന്നാൽ അത് ദൈവം തകർത്ത് കളഞ്ഞു. ആസാഫിൻ്റെ പ്രാർത്ഥന ദൈവം ക്രോധശിഷ്ടമായി അരയ്ക്ക് കെട്ടിവെച്ചിട്ട് തക്ക സമയത്ത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ കോപയാഗ അഗ്നിയിൽ അല്ലെങ്കിൽ ധൂപപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞപ്പോൾ ഭൂമിയിൽ ഇതാ ദൈവത്തിൻ്റെ ഉത്തരവ് നിറവേറുകയാണ്. നെതന്യാവ് അദ്ദേഹം എസ്തേറിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇന്ന് നീ ചെയ്തില്ലെങ്കിൽ നാളെ നിൻ്റെ രാജ്യം ഇവിടെ കാണുകയില്ല. അതേ വാക്കേറ്റെടുത്തുകൊണ്ട് നെതന്യാവു ഈ ഇറാന് നേരെ ആഞ്ഞടിച്ചു. അമേരിക്ക പിന്തിരിഞ്ഞു നിന്നപ്പോഴും ഇസ്രയേൽ പറഞ്ഞു, നോ, ഇനി മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ രാജ്യം കാണുകയില്ല, ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾ കാണുകയില്ല, അതുകൊണ്ട് ആക്ഷൻ എടുത്തേ പറ്റൂ. അങ്ങനെ ഈ ചെറിയ രാജ്യം, ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ പകുതിയോളമുള്ള രാജ്യം, 21,600 ചില്ലുവാനും സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള രാജ്യം, ആ രാജ്യം അതിൻ്റെ 20-30 ഇരട്ടി വലിപ്പമുള്ള ഏതാണ്ട് 10 കോടിയിലധികം ജനസംഖ്യയുള്ള ഇറാനോട് ഒറ്റയ്ക്ക് യുദ്ധത്തിനിറങ്ങി. ദൈവത്തിൻ്റെ വചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മൂലകാരണങ്ങൾ 2 കാര്യമാണുള്ളത്. ഒന്ന്, ഇവർ പറയുന്നു ഈ ദേശം പലസ്തീനികളുടേതാണ്. പക്ഷേ ബൈബിൾ പറയുന്നു ഈ പലസ്തീനികൾ ഇവിടുത്തുകാരല്ല, അവർ ക്രീറ്റ് ദ്വീപിൽ നിന്നും അല്ലെങ്കിൽ കത്തേരിൽ നിന്നും വന്നവരാണെന്ന് ഇന്നലെ ഞാൻ എൻ്റെ വാക്യങ്ങൾ കാണിച്ചു. രണ്ടാമത്തെ പ്രശ്നം, ദൈവം തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത യെരുശലേമിൽ ദൈവത്തിൻ്റെ ആലയമാകുന്ന ശലോമോൻ്റെ ദേവാലയം, അതിനുശേഷം അത് നെബൂഖദ്നേസർ അതിനെ ഇല്ലായ്മ ചെയ്ത് നശിപ്പിച്ചപ്പോൾ അവിടെ സെരുബ്ബാബേലിൻ്റെ ദേവാലയം പണിതു. അതിനുശേഷം അത് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മഹാനായ ഹേരോദാവ് 46 വർഷം കൊണ്ട് പണിത യെരുശലേം ദേവാലയം അത് AD 70 നശിപ്പിക്കപ്പെട്ടു. അവിടെ ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്നൊരു മുസ്ലിം പള്ളിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. AD 70 മുതൽ യഹൂദൻ്റെ വിശുദ്ധ ദേവാലയമില്ല. അവർക്കവിടെ ആണ്ടിൽ പൂരീം പെരുന്നാളും പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത ഇപ്പത്തിൻ്റെ പെരുന്നാളും പാപപരിഹാര ബലിയും ഒക്കെ നടത്തേണ്ടതാണ്. പക്ഷേ അവർക്ക് ദേവാലയമില്ല. നീണ്ട ഏതാണ്ട് 1900-ലധികം വർഷം അവർ ഈ ദേവാലയമില്ലാതെ കഴിഞ്ഞുകൂടി. അവിടെ ദേവാലയം പണിയുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ മൂലകാരണങ്ങൾ. ആ കാരണങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ദൈവവചനത്തിൻ്റെ നിവൃത്തിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.